AKGക്ക് ഞാനൊരു മാലയിട്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അമ്മ എപ്പോൾ ഓർമ്മിപ്പിക്കും, നീ AKGക്ക് മാലയിട്ട് വരാം. നമസ്കാരം. എക്കാലം ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങിയ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഒപ്പം തന്നെ കേരളത്തെ മൊത്തം ഞെട്ടിച്ചും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയുമായിരുന്നു ഒ രാജഗോപാലിന്റെ വിജയമുണ്ടായിരുന്നത്. അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം മത്സരിച്ച് ജയിച്ച നിയമം ഉൾപ്പെടുന്നത് ഈ ലോക്സഭാ മണ്ഡലമായ തിരുവനന്തപുരത്താണ്. അപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടംതാണു പിള്ളയ്ക്ക് എന്താണ് തോൽവി എന്ന് അറിയിച്ചു കൊടുത്തതും തിരുവനന്തപുരത്ത് ജനതയാണ്. അതിനുമപ്പുറം ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു വനിതാ പ്രതിനിധിയെ ലോകസഭയിലേക്ക് എത്തിച്ച MP ആക്കി മാറ്റിയ ജനത എന്ന് പറയുന്നതും തിരുവനന്തപുരത്ത് നിന്നുള്ളവരായിരുന്നു. അവരാണ് ആദ്യം ഒരു വനിതാ പ്രതിനിധിയെ ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തിച്ചത്. 2009 മുതൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ അവിടുത്തെ MP ആയി നിലകൊള്ളുന്നത് ശശി തരൂരാണ്. അദ്ദേഹത്തിന് 3 തെരഞ്ഞെടുപ്പുകളിലും അവിടുത്തെ ജനത പിന്താങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് തിരുവനന്തപുരത്തുകാർ വിലയിരുത്തുക? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു ഈ 5 വർഷക്കാലം? ഒപ്പം തന്നെ LDFും BJPയും ഇതുപോലെ മണ്ഡലം പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആരായിരിക്കും BJPയുടെയും അതുപോലെ തന്നെ LDFന്റെയും സ്ഥാനാർത്ഥി? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും BJPയും അതുപോലെ തന്നെ ഭരണകക്ഷിയായ LDFും ചർച്ചയാക്കുക? ഇത്തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചേക്കും. മത്സരിക്കാനുള്ള സന്നദ്ധ അദ്ദേഹം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതോടെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ പോരിന് തലസ്ഥാനത്ത് കളമൊരുങ്ങുമെന്നാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. തൃശൂർ കഴിഞ്ഞാൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. നേരത്തെ തന്നെ ഇവിടെ ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചുമതലയുള്ള മന്ത്രി A ജയശങ്കർ എന്നിവരെ മത്സരിപ്പിക്കണമെന്നതായിരുന്നു സംസ്ഥാന നേതാക്കളുടെ ആവശ്യം. എന്നാൽ അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖറിന് നറുക്കു വീണുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഇക്കുറി മത്സരിക്കണമെന്ന താല്പര്യം നേരത്തെ രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് രാജീവ് ചന്ദ്രശേഖർ. നേരത്തെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ NDAയുടെ വൈസ് ചെയർമാനായിരുന്നു. അതേസമയം ഇത്തവണ രാജ്യസഭയിലേക്ക് രാജീവിനെ BJP പരിഗണിച്ചിട്ടില്ല. ഇതോടെയാണ് അദ്ദേഹം മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നതും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്ത് തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമെന്ന ധാരണയിലേക്കാണ് CPI നേതാക്കൾ എത്തിയിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്കും പന്ന്യൻ മത്സരിക്കുന്നതിനോടാണ് താല്പര്യം. മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് എന്നാൽ പന്ന്യൻ രവീന്ദ്രനുള്ളത്. മുതിർന്ന നേതാക്കൾ സംസാരിച്ചതോടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. നമ്മളൊരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു ആളാണ്. അമ്മ എന്നെയും കൊണ്ട് പോയി AKGയെ കാണാൻ. 1952 AKG ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു. AKG അന്ന് കണ്ണൂരിൽ വന്ന് കക്കാട് എന്ന പ്രദേശം എൻ്റെ സ്ഥലം അതാണ്. അവിടെ എത്തി. AKGയെ കാണാൻ ഒരുപാട് ആളുകൾ, അതൊരു വലിയ വിഭാഗം സ്ത്രീകളാണ്. അതിലമ്മയും ഒരു കാണാൻ ചെന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു, പാർട്ടി മെമ്പറല്ല. അമ്മ പോകുമ്പം എന്നെയും കൊണ്ട് പോയി. AKGക്ക് ഞാനൊരു മാലയിട്ട്. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അമ്മ എപ്പോൾ ഓർമ്മിപ്പിക്കും, നീ AKGക്ക് മാലയിട്ട് വരാം. ആ ഓർമ്മ ഒരുപക്ഷെ EMSനെ കണ്ടപ്പം മുകുന്ദൻ്റെ ഒരു നോവലുണ്ടായിരുന്നു. ആ നോവലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ടായിരുന്നു, അപ്പുക്കുട്ടൻ. അവൻ ബാർബർ ഷോപ്പിൽ വെച്ച് തിരിയുമ്പം അവിടെ മുടി വെട്ടാൻ പോകുമ്പോൾ കരഞ്ഞ്. അപ്പോൾ തിരിച്ചപ്പം EMSനെ കണ്ട്. EMH എന്ന് പറഞ്ഞു. EMH എന്നാണ് ആ കുട്ടി അന്ന് പറഞ്ഞ വാക്ക്. ആരാ? തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം പാർട്ടിക്കും തലവേദനയാണ്. കഴിഞ്ഞ തവണ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് മുൻ മന്ത്രി C ദിവാകരനെ മത്സരിപ്പിച്ചത്. ദിവാകരൻ 3ാം സ്ഥാനത്തായി. 2014 ഇടതു സ്വതന്ത്രനായ ബെനറ്റ് എബ്രഹാമിൻ മത്സരിച്ചെങ്കിലും 3ാം സ്ഥാനമാണ് ലഭിച്ചത്. ബെനറ്റിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ വിവാദങ്ങളും ഉണ്ടായി. കോഴ വാങ്ങിയാണ് സീറ്റ് നൽകിയതെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ സെക്രട്ടറിയായിരുന്ന R രാമചന്ദ്രൻ നായർ, വെഞ്ഞാറമൂട് ശശി എന്നിവർ പാർട്ടിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. C ദിവാകരന് നേരെയുള്ള നടപടി താക്കീതിലൊതുക്കി. 2009 മുതൽ കൈവിട്ടുപോയ മണ്ഡലം പന്ന്യനിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. 2009 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാമചന്ദ്രൻ നായർ 2ാം സ്ഥാനത്തായി.
PK വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് 2005 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കന്നൻ രവീന്ദ്രൻ മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തിയിരുന്നു.